ഇങ്ങനെ ഉരുകിത്തീരുന്ന എത്ര ചെറുപ്പക്കാർ നമുക്ക് ചുറ്റും കണ്ടോക്കും. അമ്മ ഈ മാസം ലോൺ അടച്ചില്ലേ? അമ്മ 25-ാം തീയതി ആയപ്പോൾ തന്നെ അമ്മയ്ക്ക് മുഴുവൻ പൈസ തന്നല്ലേ? ഓ അതോ, ഞാൻ എന്നോട്ട് നിന്നോട് പറയാം ഒക്കെ ഒരു AC വാങ്ങിച്ചു കൊടുക്കണോന്ന്. കെട്ടിച്ചു വിട്ടെന്നും പറഞ്ഞ് അവൾ ഈ വീട്ടിലെ കൊച്ചല്ലാണ്ടാവോ? എന്റെ ദൈവമേ, അമ്മ എന്തോ ഈ പറയുന്നേ? ഞാൻ ഒരുത്തൻ ആ വർക്ക്ഷോപ്പിൽ കിടന്ന് മരിച്ചു പണിതിട്ടാ ഓരോ മാസം കട്ടിച്ച് തള്ളി നീക്കുന്നു. അവളെ കെട്ടിച്ചു വിടാൻ എടുത്ത ലോൺ എങ്ങനെയൊക്കെയോ അടച്ചു തീർത്തപ്പോൾ അവളുടെ വീട്ടിലോട്ട് TV വാങ്ങാനും ഫ്രിഡ്ജ് മേടിക്കാനും അമ്മ എന്നെ കൊണ്ട് അടുത്ത ലോൺ എടുപ്പിച്ചു. ദേ ഇപ്പോൾ AC. ആ ലോണുകാരൻ വർക്ക്ഷോപ്പിൽ വന്ന് ഇനിയൊന്നുമില്ല എന്നെ പറയും. പിന്നെ അവൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് തന്നെ കെട്ടിച്ചു വിട്ടേക്കുന്നു. അമ്മ എപ്പോഴെങ്കിലും എൻ്റെ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? അമ്മ, എനിക്ക് വയസ്സ് 30ആയി. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡായി. ഞാനോ ഇപ്പോഴും പെങ്ങളെ കെട്ടിച്ചു വിട്ടാൽ ലോൺ അടയ്ക്കാനും അവളുടെ വീട്ടിലോട്ട് അമ്മ മേടിച്ചു കൊടുത്ത സാധനങ്ങളുടെ EMI അടയ്ക്കാനും ഇതുപോലെ അമ്മമാരുണ്ട് ട്ടോ. പണിയെടുക്കും. അമ്മേ, കുറച്ചെങ്കിലും പരിഗണന എനിക്കും കൂടി താ. ഒരു മെഴുകുതിരി പോലെ വീട്ടുകാർക്ക് വേണ്ടി ഇതേപോലെ ഉരുകിത്തീരുന്ന എത്ര ചെറുപ്പക്കാർ നമുക്ക് ചുറ്റുണ്ടല്ലോ. ഇതൊരു വീഡിയോ മാത്രമല്ല, പല വീട്ടുകാർക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വീഡിയോ.